ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്നത്തെ ദിവസം കണ്ടോണ്ടിരുന്ന പ്രേക്ഷകർക്കറിയാം എന്തൊരു ഡേ ആണെന്ന്. എന്റെ ദൈവമേ, ഹോ, ഇത്രയൊക്കെ വേണോന്ന് തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത്ര ഓവർ ആക്കണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ആ ഒരു ഒനീൽ മസ്താനി കേസ് അവിടുന്ന് തുടങ്ങിയതാണ്. ഓക്കെ, അതിനകത്ത് ഒനീലിന് ലഭിച്ച ഒരു ഹൈപ്പ് ഉണ്ട്. ആ ഹൈപ്പ് മുന്നിൽ കണ്ട് അതേ രീതിയിലുള്ള ഒരു ഹൈപ്പ് ലഭിക്കാനായിട്ട് പലരും രംഗത്ത് വരികയും ഓരോ ആരോപണങ്ങൾ ഇങ്ങനെ അടിക്കുകയാണ്. ഇങ്ങനെ മുഖത്ത് നോക്കി എങ്ങനെ അങ്ങ് പച്ചക്ക് അടിക്കുകയാണ്. രണ്ട് പ്രധാന ആരോപണങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നു. ശരിക്കും പറഞ്ഞത് തുടങ്ങി വെച്ചത് അനുമോൾ ജിസയിൽ അവരുടെ ആ ഒരു പ്രശ്നമാണ്. പൊതുപ്പിനുള്ള പ്രശ്നത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു ആരോപണങ്ങളുടെ ഒരു സ്ട്രിങ് ഇപ്പൊ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് നെവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടാണ്. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ലൈവില് അനീഷിനോട് ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് കള്ളം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം എന്ന് ആണയിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസും നെവിനും ബെഡ്മേറ്റ്സ് ആയിരുന്നു. അപ്പോ ഇവരിങ്ങനെ ഹഗ് ചെയ്തൊക്കെ ഇടയ്ക്ക് കിടക്കുന്നത് കാണാമായിരുന്നു. ഇവര് ഡാഡി ഡാഡി എന്നൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഒരു കൊണോട്ടേഷൻ വെച്ചിട്ടൊന്നും വിളിക്കുന്ന പോലെ തോന്നിയിട്ടില്ല. അത് ഒരു ഫണ്ട് രീതിയിൽ വിളിക്കുന്നതായിരുന്നു. ഷാനവാസും അത് ചിരിച്ചു തള്ളുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ബോണ്ടിങ് ഉള്ള റാപ്പുള്ള രണ്ടാളുകൾ തന്നെയായിരുന്നു. പിന്നെ ഏതോ ഒരു ദിവസം നെവിൻ ഷാനവാസിനെ ഒരു വളരെ മോശമായ രീതിയിൽ അപമര്യാദയായിട്ടുള്ള രീതിയിൽ ഹഗ് ചെയ്തു എന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. നെവിൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ പറ്റില്ല, എന്റെ മക്കളൊക്കെ കാണുന്ന ഒരു ഷോ ആണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമായിരിക്കും. പക്ഷെ ഇത്രയൊക്കെ വേണോ എന്ന് തോന്നുവാണ്. ഒന്നുമില്ലേലും ഒരു മാൻ അല്ലേ ഇത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പുരുഷനല്ലേ. ഷാനവാസ് ഒരു പുരുഷനാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പുരുഷനാണ്. എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ പറയുന്ന കാര്യത്തില്? അല്ലെ പിന്നെ നെവിന്റെ ആ ഒരു ഓറിയന്റേഷൻ എന്താന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. അപ്പൊ ഷാനവാസ് ഒരു പുരുഷൻ എന്നുള്ള രീതിക്ക് അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു മില്ലേനിയൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പുള്ളി ഇതൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടാവണം ആദ്യം. അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് എന്ത് ഗെയിമിന്റെ കാര്യത്തിനായിട്ടാണേലും ആ ഒരു പൗരുഷം, ആ ഒരു രുദ്രൻ പരിപാടി അവിടെ കാണിക്കാൻ പോവാതെ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വെറുതെ ഇമാര് നാറ്റക്കേസ് ആക്കിയ പോലെ ആയിപ്പോയി. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അനീഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഷാനവാസിനെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ടാണ് കാണുന്നത്. അപ്പൊ ഷാനവാസ് ഈ കാര്യത്തിൽ കള്ളമൊന്നും പറയുന്നില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിച്ചോട്ടെ എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ കാര്യത്തില് 100 അല്ല 150% വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. അപ്പം നെവിനെതിരെ പറഞ്ഞ ആ ഒരു കാര്യത്തില് ഷാനവാസ് ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഒരു രീതിയിലും ഷാനവാസ് ആ കാര്യത്തിൽ ഒരു കള്ളം പറഞ്ഞു എന്ന് പറയുന്നില്ല. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു ആരോപണത്തിന്റെ കാര്യത്തില്. നെവിനിരുന്ന് ഭയങ്കര കരച്ചിലാണല്ലോ ഇതിനകത്ത്. കുറെ നേരമായിട്ടിരുന്ന് കരച്ചിലാണ്. ആ ഒരു മേക്കപ്പ് ഏരിയയിൽ ഇരുന്നും പിന്നെ വാഷ്റൂമിന്റെ ഏരിയയിൽ ഇരുന്നും ഒക്കെ കരച്ചിലാണ്. കാരണം ഇങ്ങനെ ഒരു ആരോപണം നെവിൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നെവിനാണല്ലോ ഇതൊക്കെ ചെയ്യുമ്പോൾ പുറത്തോട്ടിരുന്നത് മേ ബി ഒരു പുരുഷനാണല്ലോ, മാൻ ആണല്ലോ, അപ്പോൾ ഇതൊന്നും പുറത്ത് പറയില്ലായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഓർത്തോണ്ടിരുന്നത്. എന്ത് തന്നെയായാലും ഇതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ തിരയുന്നുണ്ട്. ലഭിച്ചാൽ പുറത്ത് വിടാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.